ഇപ്പോൾ നടി രഞ്ജിനി ടെലിഫോൺ ലൈനിൽ. ശ്രീമതി രഞ്ജിനി, മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ആകുലപ്പെടുത്തുന്ന വാർത്തകളാണ്. നമ്മുടെ ഏറ്റവും പ്രതിഭകളുള്ള യുവതാരങ്ങളിൽ ഒരാൾ ഇതുപോലെ ലഹരി ഉപയോഗത്തിന് അടിമയാകുന്നു. മറ്റ് താരങ്ങളോട് വളരെ മോശമായി, സ്ത്രീകൾക്ക് തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വളരെ ആശങ്ക തോന്നുന്ന നിലയിലുള്ള പെരുമാറ്റങ്ങൾ നടത്തുന്നു. ഇതിപ്പോഴെങ്കിലും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു തിരലിലേക്ക് മലയാള സിനിമ പോകുമെന്ന് അനുഭവങ്ങൾ കൊണ്ട് തോന്നുന്നുണ്ടോ? ഇത് അത്ഭുതമൊന്നുമില്ല, ഇത് ഫസ്റ്റ് കേസ് ഒന്നും ഇല്ലല്ലോ, ഇത് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. എന്റെ സമയത്തിലും ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോ ഡ്രഗ്സ് കുറവാണ്, ലിക്കറാണ് കൂടുതൽ. എന്റെ സെറ്റിൽ തന്നെ വലിയ വലിയ നടന്മാര് ഡ്രിങ്ക് അടിച്ചിട്ട് വന്ന് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പോ അത് എന്താ പറയാ, ഡ്രഗ്സ് മാറിപ്പോയി. പിന്നെ ഈ അസോസിയേഷൻ പറയുന്നത് ഇവര് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും. എന്ത് ആക്ഷൻ എടുക്കും ഇവര്? എത്ര കേസസ് വന്നിട്ടുണ്ട്? ഇവർ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവര് ചിലവര് ഇൻഫ്ലുവൻസ് ചെയ്യും. ബിക്കോസ് ഈ അസോസിയേഷനിലെ ടോപ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ തന്നെ അവരും പെർപെട്രേറ്റേഴ്സ് ആണ്. പിന്നെ എവിടെയാണ് നമുക്ക് ജസ്റ്റിസ് കിട്ടുന്നത്? ഈ സമയത്തിലെയാണ് ഇപ്പൊ നേരത്തെ ഫിലിം ചേംബറിന്റെ പ്രതിനിധിയായി ശ്രീ സജി നന്ദിയായിട്ടും പറഞ്ഞ വളരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇപ്പോ ഒരു തീരുമാനമെടുത്തതുകൊണ്ട് ഇത് അങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവരെ അകറ്റി നിർത്തും. ഒന്നോ ഒരു 10 സിനിമകളിൽ നിന്ന് ഒരു നടനെ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആരെ ആയിക്കോട്ടെ, അയാളെ മാറ്റി നിർത്തിയാൽ സ്വാഭാവികമായും തന്റെ കരിയറിനെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അയാൾ അതിൽ തിരുത്തൽ വരുത്താനും നല്ലതിലേക്ക് തിരിച്ചു വരാനും തയ്യാറാകില്ല. അങ്ങനെ ഒരു കടുത്ത നടപടി എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ്. അത് ഇവരെ എടുക്കാൻ സാധ്യതയില്ല. ദ ഓൺലി സൊല്യൂഷൻ ഈസ് ട്രൈബ്യൂണൽ വരണം. ബിക്കോസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതല്ലേ ഫസ്റ്റ് റെക്കമെൻഡേഷൻ, അതാണ് ട്രൈബ്യൂണൽ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ വന്നാലേ ഇതെല്ലാം കേർബാവും. അതർവൈസ് ഇത് സ്ഥിരമായിട്ട് അന്നും നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നു. അപ്പോ ഇതിലൊരു സൊല്യൂഷൻ വേണ്ടേ നമുക്ക്? അപ്പോ ഇതാണ് നല്ല സമയമാണ് നമ്മളുടെ ഗവൺമെന്റ് ഒരു ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. വളരെ എളുപ്പമാണ്. ഇങ്ങനത്തെ പരാതികൾ വന്നാല് അവിടെ കോൺഫിഡൻഷ്യാലിറ്റി, അനോണിമസി ആയിട്ട് അത് ഡീൽ ചെയ്യണം. പിന്നെ അതില്ലാണ്ട് ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമുക്ക് ജസ്റ്റിസ് കിട്ടും. ഇപ്പൊ വിൻസിയെ പോലെ ഇപ്പോ ഇത് സെൻസേഷൻ ആയി ഇന്ന്. ഓക്കെ, അപ്പോ ഇന്നും ഒരു 6 months ഡൗൺ ദ ലൈൻ വിൻസിക്ക് സിനിമ ചാൻസസ് കുറയും. അതാണ് ശ്രീമതി രഞ്ജിനി, ഈ പരാതി പറയാനുള്ള താങ്കളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പരാതി പറഞ്ഞാലുള്ള എല്ലാവരുടെയും ആശങ്ക ഇതായിരിക്കും. കാരണം ഇതൊരു ഫിക്സഡ് ജോലിയൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരുമെന്ന്. സിനിമ അവസരം കിട്ടിയില്ലേ അവര് വിളിക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ട് നിങ്ങളുടെ അവസരങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറയാവുന്നതേ ഉള്ളൂ. ഇത് സിനിമയിൽ ഇന്നയാളെ വിളിച്ചോളുന്ന ഒരു നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് ഒരാളെ ഒതുക്കാൻ ഏറ്റവും എളുപ്പവുമാണ്. അബ്സല്യൂട്ട്ലി, അതാണ് പറയുന്നത്. ഈ അസോസിയേഷൻ ഇന്ന് വന്നിട്ട് ഞങ്ങൾ ആക്ഷൻ എടുക്കും, ഞങ്ങൾ പിന്തുണയാണ്, ഇങ്ങനെ പറയുന്നതെല്ലാം എന്താ പറയാ, ഇറ്റ്സ് ലാഫബിൾ ആണ്. എനിക്കത് ഭയങ്കര ചിരിയാണ് വരുന്നത്. ഇതിൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ട്രൈബ്യൂണൽ ഉണ്ടെങ്കിലേ ഇങ്ങനത്തെ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അനോണിമസ് ആയിട്ട് കാര്യങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ആൾക്കാരുടെ കരിയർ നഷ്ടപ്പെടില്ല. ബിക്കോസ് ഇത് അവിടെ സിനിമ കണക്ഷൻ ഇല്ലാതെ ആൾക്കാരാണ് അവിടെ ജഡ്ജസ് ആയിട്ട് വരും. അപ്പോ ഇത് പുറത്ത് പോവില്ല. അപ്പോ അത് നമുക്ക് നമ്മളുടെ കരിയർക്കും അത് സേഫ് ആണ്. ഇപ്പൊ ഈ അസോസിയേഷൻ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ തന്നെ വിൻസിക്ക് അംശം 6 months യു ക്യാൻ ഈവൻ റെക്കോർഡ് 6 months ടൈമില് ഇവർക്ക് ഒരു സിനിമ വരൂല്ല. വന്നാൽ ചെറിയ ചെറിയ റോൾ ചെയ്ത സിനിമകളേ വരുള്ളൂ. സോ അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ ആരാണ് വിക്ടിം? ശരിക്കും വിൻസിയാണ് അതിന്റെ വിക്ടിം ആവാൻ പോകുന്നു. ഇപ്പോ ഈ ഓഡിയോയില് ഇപ്പോ നടന്നുണ്ടല്ലോ, അങ്ങേർക്ക് ഇനി സ്ഥിരം വരും. ഇപ്പൊ അവർ പറയും 3 months ഞങ്ങൾ അവരെ ബാൻ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങേരാണ് വരാൻ പോകുന്നു. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഈ ലാംഗ്വേജ് മാത്രമല്ല, അപ്പോ തമിഴില് പോവും, തെലുഗുല് പോവും, മറ്റു ലാംഗ്വേജസിൽ പോവും. ഈ വോണ്ട് ഹാവ് എനി പ്രോബ്ലം. പക്ഷെ പ്രോബ്ലം വരാൻ പോകുന്നത് വിൻസി പോലെ എന്നെ പോലെ ആൾക്കാർക്കാണ്. സോ വി വിൽ ബി ഐസൊലേറ്റഡ്. സോ ഇവര് ഇന്ന് പറയുന്നത് എനിക്ക് അത് ശരിക്കും ചിരിപ്പാണ് വരുന്നത്. ആൻഡ് വൺ മോർ തിങ് ഈസ്, ഈ കേസ് 2 ദിവസത്തിന് മുമ്പാണ് വിൻസി സോഷ്യൽ മീഡിയയിൽ വന്നത്. എനിക്ക് എന്താ അത്ഭുതം മീൻസ്, എന്ത് കാരണം കൊണ്ട് നമ്മളുടെ പോലീസ് അത് കേസ് എടുത്തില്ല സോമോട്ടോ ആയിട്ട്? അത് ഇന്ന് ഒരു അസോസിയേഷൻ പറഞ്ഞിട്ടാണോ കേസ് എടുക്കുന്നത്? അപ്പൊ വാട്ട് ഈസ് ഇറ്റ് ഷോയിങ്? അപ്പൊ എനിക്ക് അതില് വളരെ അത്ഭുതം തോന്നുന്നു. നമ്മളുടെ ലോ ആൻഡ് ഓർഡർ എന്താ അത് ചെയ്യാത്തേ?
അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്. ഗവൺമെന്റ് ഇതാണ് നല്ലൊരു ചാൻസ് ആണ് ഗവൺമെന്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ട്രൈബ്യൂണൽ. ശരി, എന്തായാലും ശ്രീമതി രഞ്ജിനി, ഇപ്പോൾ മന്ത്രി ബി രാജേഷിന്റെ പ്രതികരണമൊക്കെ നമ്മൾ തൊട്ടു മുമ്പ് കേട്ടു. അദ്ദേഹം പറഞ്ഞത് വളരെ കടുത്ത നടപടികളുമായി പോകുമെന്നാണ്. ഏത് പ്രതികരണത്തിലും ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് എക്സൈസ് മന്ത്രി ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ നന്ദി ശ്രീമതി രഞ്ജിനി ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും വളരെ കൃത്യമായ കാര്യങ്ങളാണ് രഞ്ജിനി പറഞ്ഞത്. കാരണം ഇനി എഴുതി വെച്ചോളൂ എന്ന് തന്നെയാണ് പറയുക. അടുത്ത 6 മാസത്തിനുള്ളിൽ ആർക്കാണ് അവസരം നഷ്ടമാകുന്നത്? അത് വിൻസിക്കാണോ പിന്നീട് ഷൈനാണോ തിരിച്ചു വരുന്നതെന്ന് കാണുമെന്നാണ് ചോദിക്കുന്നത്.